ഞാനിങ്ങനെ എന്നെ നോക്കി നിൽക്കുക. നമ്മളെ പിള്ളേർ പോയി സ്കൂൾ വണ്ടി ചോദിച്ചിട്ട് പോലും അതുപോലും തരത്തില്ല, ഒരു ഓട്ടോ പോലും വിട്ടു തരത്തില്ല. ഞങ്ങൾ പെട്രോൾ അടിച്ച് കത്തിക്കാൻ ഞങ്ങൾ തയ്യാറാ. ആനയുണ്ടോ? നമസ്കാരം. ഇത് കുളത്തുപ്പുഴയല്ലേ? കുളത്തുപ്പുഴ ഡാലിക്കരിക്ക്. ചേട്ടാ, ഇത് ഇത്രയും വിഷയങ്ങളുണ്ടായിരുന്നു. വിഷയം എന്ന് പറഞ്ഞാൽ ഇത്രയും ജനങ്ങൾ ഇവിടെ കിടന്ന് പെടുക എന്നുള്ളതാണ് ഇതിനകത്ത് മിക്ക പ്രശ്നം. കാര്യം ഇവരെ ചൂണ്ടിക്കാണിക്കാൻ പല രീതികളിലും ഇവിടെ നോക്കിയിട്ടും നടക്കാൻ പറ്റാത്തൊരു സാഹചര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇത്രയും ജനങ്ങളും കൊച്ചുകുട്ടികളും പിഞ്ച് കുഞ്ഞുങ്ങളും എല്ലാം ഉണ്ട്. ഒരു നിമിഷം ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ ആനയുടെ ശല്യമുണ്ട്, പിടിയുടെ ശല്യമുണ്ട്, കടുവയുടെ ശല്യമുണ്ട്, പാമ്പിന്റെ ശല്യമുണ്ട്. ഈ പിള്ളേർക്ക് ഇതുവഴിയിൽ വരുന്നത്. അതെ, എല്ലാവരും ഇതിനകത്തൂടെയാണ് ഈ വരുന്നത്. ഇത്രയും കിലോമീറ്റർ അക്കരെ കയറിപ്പോയിട്ട് തിരിച്ചിറങ്ങി വന്നാലും 500 രൂപ വേണം വണ്ടി ചാർജ്. അപ്പോൾ അത്രത്തോളം ദുരിതമായിട്ടുള്ള കേസാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങളിത് നിങ്ങളെ മെമ്പർ അടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ല? അല്ല, ഇവിടെ എല്ലാം വിഷയമായി ഇവർ ധർണകളെല്ലാം നടത്തിയതാണ്. പക്ഷേ അതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനമില്ല, യാതൊരു പ്രയോജനം നടക്കുന്നില്ല. കാര്യം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർ എന്നെ ഇറങ്ങിപ്പോയനെ. ഫസ്റ്റ് ഇതിൻ്റെ ഒഴിപ്പിക്കൽ എന്നുള്ളൊരു ഫണ്ട് ആദ്യമേ അനുവദിച്ചത് ഇവർക്കാണ്. പക്ഷേ ഇന്ന് വരെ അതിനൊരു നേട്ടവും ഉണ്ടായിട്ടില്ല. അല്ല, ഇപ്പൊ ഇവിടുത്തെ ആൾക്കാരൊക്കെ എല്ലാവരും വാടകയ്ക്ക് പോയില്ലേ? ജീവിക്കാൻ നിവർത്തിയില്ലല്ലേ? അമ്മയൊക്കെ അപ്പോൾ ചെറുപ്പത്തിലെ കളിച്ച് വളർന്നുകൊണ്ട് ഇവിടുന്ന് പോകുന്നില്ലല്ലേ? ആ, ഇവിടെ പോരല്ലേ? ചക്ക ഉണ്ടെങ്കിൽ സാധനം വരും. ഇപ്പൊ ചക്ക രാവിലെ 2-3 ചക്ക നിന്നായിരുന്നു. അത് മൊത്തം ഞാൻ താഴെ അമ്മണീരെ വീട്ടിലൊന്ന് കിടക്കും. ആന 2 ദിവസം എന്താ ഇവിടെ വന്നു നിന്ന്. വെളിയിലിറങ്ങാൻ നിവർത്തിയില്ല, കണ്ണ് കാഴ്ചയില്ല, മുട്ടും കാലും വയ്യ, ഓടാനും വയ്യ, നടക്കാനും വയ്യ. വെളിയിലൊന്നും പണിക്ക് പോയിട്ട് കയറി വരാൻ ഇല്ല, ഒരു വക എടുത്ത് കൊടുക്കാനില്ല, ജീവിക്കാൻ ഒരു നിവർത്തിയില്ല. അവര് ഇറക്കണം എന്ന് പറഞ്ഞിട്ട് ഇറക്കി വിട്ടെങ്കിൽ എങ്ങോട്ടെങ്കിലും പോവായിരുന്നു. അമ്മയ്ക്ക് എത്ര സെന്റ് വസ്തുണ്ട് ഇവിടെ? 1 ഏക്കർ 60 സെന്റ് ഉണ്ട്. അമ്മയ്ക്ക് കൃഷിയുണ്ടോ? ഇല്ല, ഒന്നാടക്കണ്. ഒരുകൂട് പച്ചോളവ് നിന്നനൊക്കെ മ്ലാവ് നിന്നോണ്ട് പോയി. ഒരു വക നടാനും പാങ്ങില്ല, ഒന്നിനും നിവർത്തിയില്ല മക്കളെ. പുറത്ത് പണിക്ക് പോയിട്ട് കയറി വരാൻ നോക്കൂല ആന. നേരെ കരടിയൊക്കെ ഉണ്ടോ? എല്ലാം ഉണ്ട്. ആനയുണ്ട്, കടുവയുണ്ട്, കരടിയുണ്ട്, എല്ലാ മൃഗവും ഉണ്ട്. ഇവിടെ ഇല്ലാത്ത ഒന്നുമില്ല. അതിൻ്റെ ഇടയ്ക്ക് ആളുമുണ്ട്. സത്യം, ജീവിക്കാൻ ഒരു നിവർത്തിയില്ല. ഓടാനും പോകാനും നടക്കാനും വയ്യ, കണ്ണ് കാഴ്ചയില്ല. അല്ല, ഞാനിപ്പോൾ അറിഞ്ഞൊരു കാര്യമുണ്ട്. പറഞ്ഞ വഴിക്ക് എന്നോട് സംസാരിച്ചതാണ്. കാരണം വെച്ചാൽ കുറേ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ആ ഫണ്ടൊക്കെ അനർഹർക്കാണ് പോയത്. അതെ, അർഹതപ്പെട്ട ആർക്ക് കിട്ടിയിട്ടില്ല. അതാണ് വാസ്തവം. എനിക്ക് നിങ്ങളെ കുടിയിലൊക്കെ പോയാൽ എനിക്ക് അറിയാൻ പറ്റുമോ? അതെ, എല്ലാവരെയും നമുക്ക് അവിടെ പോയി സന്ദർശിച്ച് അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് തിരക്കേണ്ടതുണ്ട്. ആനയും കാടും പുലിയും ഒക്കെ ഉള്ള സ്ഥലമാണ്. അതെ, പിന്നെ ഇത് മാത്രമല്ല, നിങ്ങളെ പോലുള്ള ആൾക്കാരൊക്കെ ലഭിക്കേണ്ട കാശ് അനർഹർ കൊണ്ടുപോയി. അതെ, ഏക്കർ കണക്കിന് കാശുള്ള ആൾക്കാർ കൊണ്ടുപോയി. 5 ലക്ഷം രൂപയ്ക്ക് പണ്ട് പിണറായി സർക്കാരിൻ്റെ കാലത്തൊക്കെ അനുവദിച്ച കാശാണ്. ആ കാശെല്ലാം പോയി അല്ലേ? കാര്യം അത് പോയില്ലായിരുന്നെങ്കിൽ ഇവരെപ്പോഴേ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ. കാര്യം ഇപ്പോൾ അത്രയ്ക്ക് ദുരിതത്തിലാണ് അവരെ അനുഭവിക്കുക. നമുക്ക് അവരെ പോയി കാണാം. നമുക്ക് അവരെ പോയി കാണാം, കണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട്. അവിടെ എത്ര കുടുംബങ്ങളുണ്ടല്ലോ? അവിടെ എല്ലാം കൂടെ 34 കുടുംബം ഉണ്ട്. ഈ കാണുന്ന ഒരു പൈസ ഇല്ല, ഒരു പൈസ ഇല്ല, ഒരു നിവർത്തിയില്ല, പട്ടിണിയാണ്. എല്ലാം ജോലിക്ക് പോലും. ഞാനിപ്പോ ഈ കാടിന് നടക്കുമ്പോ ഈ ആൾക്കാരൊക്കെ നടന്നു വരാൻ പറ്റുന്നില്ല ചേട്ടാ. ഇത് കടല, ഇത് പുലി ഉണ്ടെന്ന് പറയുന്നു, ആന ഉണ്ടെന്ന് പറയുന്നു, എല്ലാം ഉണ്ട്. പിന്നെ ഈ പിള്ളേരൊക്കെ പഠിക്കാൻ പോകുന്ന എങ്ങനെ? സുരേഷ് കൊണ്ടുവിടുന്ന പാമ്പും ഇവിടെ തന്നെ എല്ലാം കൊണ്ടുവരുന്നത്. ഇവിടെയാണ് ഇടുന്നത്. കുളത്തുപ്പുഴ തെമ്മലക്ക് ഇപ്പുറമാണ് കൊണ്ടുവന്നിരുന്നത്. അതെല്ലാം വരുന്നത് എല്ലാ ആള് താമസമുള്ള അടുത്ത് മാത്രമേ വരാറുള്ളൂ. അതിന്റെ ശാസ്ത്രം ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ നാട്ടിൽ വളർന്ന പാമ്പുകൾക്ക് ഒരിക്കലും കാട്ടിൽ വളരാൻ പറ്റില്ല. അവരിന് ആൾക്കാരുടെ അതല്ലേ. അപ്പൊ നമുക്ക് അങ്ങോട്ട് കണ്ട് അവരെ കാണാം. ചേട്ടാ, നിങ്ങളെ വീടാണോ അത്? ഇവിടെ ആന വരാറുണ്ടോ? ഇവിടെ 5 വർഷമായി ഈ പുനരധിവാസത്തിൽ ഉൾപ്പെടുത്തി നമ്മളെ ഇവിടുന്ന് ഇറക്കി വിടാതിരിക്കുന്നത്. ഹോസ്പിറ്റലിൽ പോകാനോ ആശുപത്രിയിൽ പോകാൻ, പിന്നെ പിള്ളേരെ പഠന കാര്യത്തിന് പോകാനോ വളരെ ബുദ്ധിമുട്ടാണ് ഇവിടുന്ന് പോയി വരാൻ. എത്രയും പെട്ടെന്ന് നമ്മളെ ഇവിടുന്ന് ഇറക്കി വിടാനുള്ളൊരു അധികാരികൾ ഇടപെട്ട്
ഇറക്കി വിടും. അല്ല, അവര് പറഞ്ഞു നിങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന അവിടെ എപ്പോഴും ആന നമ്മളിവിടെ ഈ ഏരിയയിൽ നമ്മൾ ഈ ഒറ്റപ്പെട്ട ഈ സന്ധ്യ കഴിഞ്ഞ് ആന ഇറങ്ങുമല്ലേ? ഇറങ്ങും. നിങ്ങളുടെ അച്ഛന് സുഖമില്ലാണ്ടായിട്ട് മരിച്ചു അല്ലേ? ആ. കൊണ്ടുപോകാൻ പറ്റിയില്ല. കൊണ്ടുപോകാൻ പറ്റിയില്ല. മാറി മാറി വരുന്ന സർക്കാർ പറയുന്ന വെച്ചാൽ എങ്ങനെ രാത്രി ഒരു 8 മണി ആയപ്പോഴത്തേക്ക് സുഖമില്ല. ഇവിടുത്തെ വിളി കേട്ടാണ്, അങ്ങ് കോണിൽ വിളി കേട്ടാണ് ഞങ്ങൾ ഇവിടെ ഓടി വന്നത്. ഇവിടെ വന്ന കൊണ്ടുപോകാൻ ഒത്തില്ല. അതിന് മുമ്പേ ആള് മരിച്ചു. ആന ഉണ്ടായിരുന്നു. ആനയുണ്ടായിരുന്നു. വഴിക്ക് ആന ഉണ്ടായിരുന്നു. ഇതിന് താഴോട്ട് ആന ഈ ചേച്ചിയാണ് ഫസ്റ്റിലെ ഓടി വരുന്ന ഈ കൊച്ചിന്റെ ഒക്കെ വിളി. ഈ ചെറുക്ക ഇവിടെ ഇല്ലായിരുന്നു. അവരെ അമ്മയും അവരെ മോളും ഈ ചെറുക്കന്റെ സഹോദരി അച്ഛൻ എന്തായിരുന്നു മക്കളെ അസുഖം? ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ലല്ലേ? ഒരു വണ്ടിയും വരത്തില്ല. എന്തിനിറങ്ങിയാലും ആ ഒരു മനുഷ്യൻ ഞങ്ങൾക്ക് വേണ്ടി എല്ലാത്തിനും ഇറങ്ങുന്ന ഒരു മനുഷ്യനായിരുന്നു. വാഹന സൗകര്യം ഇല്ലാതെ അല്ല, വാഹന സൗകര്യം ഇല്ല. കാരണം എങ്ങനെ വരും ആൾക്കാർ? പേടിച്ചിട്ട് എങ്ങനെ വരും? ജീവൻ വെടി കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് വന്നത്. ഒന്നേ അവര് ഞങ്ങളെ ഇറക്കി വിടുക, അല്ലെങ്കിൽ അവര് പെട്രോൾ ഒഴിച്ച് കത്തിക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ഞങ്ങൾ തയ്യാറാ. അങ്ങനെയല്ലേ ഞങ്ങളെ ഒന്ന് ഇറക്കി വിട്ടാൽ ഞങ്ങൾക്ക് അത്രയ്ക്ക് പുണ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജീവിക്കുന്ന ഇവിടെ. ഇപ്പൊ ഇന്ന് രാവിലെ വന്നല്ലേ? ഇന്ന് രാവിലെ വന്നാലും സാറേ, ഇന്ന് ഞാൻ രാവിലെ ചൂട് പോലും മാറിയിട്ടില്ല. എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഇതിലാണ് ഈ പൊടി കുഞ്ഞു പോണത്. നിങ്ങൾ മനുഷ്യനാണെങ്കിൽ ഒന്ന് മനസ്സിലാക്കി കൂടെ ഇവർക്ക്. ബാക്കിയൊക്കെ സഹിക്കുക. ഈ കൊച്ചു മക്കളെ പഠിക്കാൻ കുട്ടന്മാർ ഒന്നും രണ്ടും അല്ല 10-15 പിള്ളേർ ഇവിടുന്ന് പോകുവാണ്. സങ്കടം, ഹൃദയഭേദകമായ 3 വയസ്സായിടം തൊട്ട് പോവുകയാണേ പൊന്നെ. ഈ സർക്കാർ കാണാത്തൊരു വല്ലാത്തൊരു കഷ്ടമാണ്. കൊച്ചു മക്കള് പോണാണ് എനിക്ക് ഏറ്റവും സങ്കടം. നമ്മളെ പിള്ളേർ പോകുന്ന സ്കൂൾ വണ്ടി ചോദിച്ചിട്ട് പോലും അതുപോലും തരത്തില്ല. ഒരു ഓട്ടോ പോലും വിട്ടു തരത്തില്ല. അങ്ങനത്തെ ഒരു ഇതാണ്. അത്രയും കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. നമ്മൾ പണിക്ക് പോയിട്ട് ഇങ്ങോട്ട് കരയുവാണ്. നമ്മള് സർക്കാരിന് വോട്ട് വേണം പാവങ്ങളുടെ. നമ്മളിങ്ങോട്ട് നമ്മളെ വീട്ടിലോട്ട് നമ്മൾ കരയുവാണ്. ഒന്നും നോക്കൂല. വരിയാ വന്നാൽ കയറും വീട്ടിൽ. ഞാൻ പറഞ്ഞ വഴിക്കും കൂടും കാട് നമ്മളെ കൊച്ചു മക്കളൊക്കെ നിൽക്കുന്നുണ്ട്. ഇവരൊക്കെ മക്കളെ സ്കൂളിൽ പോകണല്ലോ. മക്കളെ എങ്ങനെയാ പോകുന്നത് നിങ്ങള്? ഈ ആനയും പുലിയും കാടും എങ്ങനെയാ പോകുന്നത്? പേടിയുണ്ടാ? കണ്ടിട്ടുണ്ടോ ആനേ? എന്റെ ഈശ്വര, ഈ മക്കളൊക്കെ എങ്ങനെയാ അയക്കുന്നത് നിങ്ങള്? ജിം കോർബറ്റിന്റെ ഒക്കെ വേട്ടകഥകൾ, ഒരുപാട് വേട്ടകഥകളൊക്കെ രാത്രി സ്ഥിരം കേൾക്കാറുണ്ട്. പക്ഷെ ഞാൻ അതൊക്കെ അവരൊക്കെ ചെയ്ത് 1970-ലും 1976-ലും മുമ്പ് 50-ലൊക്കെയാണ്. പക്ഷേ അതേ ലൈഫ് ഇപ്പോഴും നമ്മുടെ കേരളത്തിലുണ്ടെന്ന് തിരിച്ചറിയുന്നത് ഇപ്പോഴാണ്. കാരണം ഈ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ നിൽക്കുകയാണ്. എന്നെ വിളിച്ചുകൊണ്ട് വന്നത് ഈ ചേട്ടന്മാരൊക്കെയാണ്. കാരണം ഇതൊരു വിഷയം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. ജീവിക്കാൻ നിവൃത്തിയില്ല. ഇതുവരെ നമുക്ക് ഒരു മാറ്റവും കാണിച്ചു തരുന്നില്ല അവര്. ബാക്കിയുള്ളവരെല്ലാരെയും ഇറക്കി നമ്മളെ ഇതേപോലെ താമസമില്ലാത്ത ഇവിടെ സ്ഥലം ഉള്ളവർക്ക് ഓരോ യൂണിറ്റ് ഉള്ളവരെല്ലാവരും നാട്ടിൻപുറത്ത് സ്ഥലം കൊടുത്ത് പൈസ കൊടുത്ത് അവരിറങ്ങിപ്പോയി. ആന വന്ന് വീട്ടിൻ്റെ മുറ്റത്ത് നിന്ന് ചക്ക കിടത്തുന്നു. നമ്മൾ ഈ മണ്ണിൽ ജനിച്ചത് കൊണ്ടായിരിക്കും ഞങ്ങൾ ആന കൊല്ലുന്നില്ല. ഞങ്ങളെ തട്ടി എറിഞ്ഞാലും കൊല്ലുന്നില്ല. ഞാനിവിടെ നിന്ന് ചെന്ന് വേഗം തൂക്കി പണിക്ക് പോകാൻ ചെന്നപ്പോഴേ 8 ആന ഇങ്ങനെ എന്നെ നോക്കി നിൽക്കുക. ഞാൻ കണ്ടില്ല, മഴയായിരുന്നു, കണ്ണാടി കൂടെ വെള്ളം ഇറങ്ങി പുകയായിരുന്നു. ഞാൻ ഇങ്ങനെ നടന്ന് ഇങ്ങനെ കൊണ്ട് ചെല്ലുമ്പോൾ എന്നെ പിടിച്ചങ്ങ് നിർത്തി. ഞാൻ പറയാം, ദൈവമേ എന്തിനു ഞാൻ നിൽക്കുന്നത്, എനിക്ക് പെട്ടെന്ന് അക്കരോട്ട് കയറിക്കൂടെ എന്നും പറഞ്ഞ് ഞാൻ ഇങ്ങനെ നിന്നപ്പോൾ എൻ്റെ തല ഇങ്ങനെയാണ് കാണിച്ചത്. മലദേവനാണ് ഞങ്ങളുടെ. അപ്പോഴേ ഞാനിങ്ങനെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കിയതും ആനെ. ഞാൻ എന്ത് ചെയ്യും ദൈവമേ, നിരപ്പ് സ്ഥലം, ഞാൻ എവിടെ പോകും? ഞാനിങ്ങനെ തിരിഞ്ഞപ്പോഴും ഒരാന കണ്ട് ഒരു വിളി. ആ വിളി അവിടെ നിർത്തി. നമ്മളെ തുണയല്ല, പൊന്നപ്പൂപ്പൻ ആ വിളി ഇവിടെ നിർത്തി. ഞാൻ തിരിഞ്ഞ് നടക്കുന്നു, കാലും കൈയും മറയ്ക്കുന്നു. ഒരു മനുഷ്യനെ കാണാനില്ല. ഒരു കുഴി ഇറങ്ങി ആ കുന്ന് കയറി, എന്നിട്ടും ആരെയും കാണുന്നില്ല. 3 മുക്കിൻ്റെ അവിടെ വന്നിട്ട് ഒരു കുഞ്ഞുങ്ങളെ കാണാൻ. അപ്പോൾ എനിക്ക് ശ്വാസമില്ല, എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. അങ്ങനെ ഞാൻ അവിടെ കിടന്നിട്ട് ആണ് എൻ്റെ കുട്ടിയെ ഞാൻ വിളിക്കുന്ന, മോനെ ഞാൻ ആ എടുത്തിപ്പെട്ട് പോയടാ. അങ്ങനെ എൻ്റെ കൊച്ചുങ്ങളും വഴിയിൽ, നമ്മൾ വരുന്ന വഴിയിൽ ആറ്റിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്നിടത്ത്, ആറ്റിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്നിടത്ത് കടുവയുടെ വിളി കേൾക്കാം. കടുവയുടെ വിളി കേൾക്കാം. കടുവയുടെ വിളി കേൾക്കാം. ഞങ്ങൾക്കറിയാം, ഞങ്ങൾ കാട്ടിൽ ജീവിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് കടുവയുടെ വിളിയൊക്കെ ഞങ്ങൾക്കറിയാം. വെളുത്ത് 5-6 മണിയായിട്ടും ആന പോയില്ല. ഞങ്ങളെ വീട്ടു ഒരിക്കൽ വന്ന ഒരു കലങ്ങുണ്ട്, ആ കലങ്ങിൻ്റെ അവിടെ ആന നിൽക്കുവാണ്. എത്ര ആരടുത്താ പറയണത്? ഫോറസ്റ്റുകാരുടെ ആയാലും ഈ ഉദ്യോഗസ്ഥരുടെ പറഞ്ഞു മടുത്തു. കമ്പി വേലിയിട്ട മരമൊടിഞ്ഞൂണ് ഉള്ളുമലയിലോ അല്ലെങ്കിൽ 5 മീറ്റർ അകത്തോട്ടാക്കി മരം മുറിച്ചിട്ടാണ് കമ്പി വേലി ഇട്ടെങ്കിൽ അത് നടക്കുന്നത്. അല്ലാതെ മരം ആന വന്ന് വേറെ മരം തള്ളിയ കമ്പി വേലിയെ കൂടെ അങ്ങ് ഇടും.
അപ്പോഴേ കമ്പി വേലി മൊത്തം ആനയ്ക്ക് ബുദ്ധിയുണ്ട്. ആനയ്ക്ക് ബുദ്ധിയില്ല, മനുഷ്യനെ കട്ടി ബുദ്ധിയില്ല. മനുഷ്യനെ കട്ടി ബുദ്ധി ദൈവത്തിനുണ്ട്. അതൊരു ഭഗവാനാണ്. അത് ഗണപതിയാണ്. അവർക്ക് സത്യമുണ്ട്. വേലയാണ് ഇപ്പൊ നമ്മളെ ചെയ്യുന്നത്. താമസം ഇല്ലാത്ത സ്ഥലമുള്ളവരെ മാത്രം ഇറക്കി വിട്ടിട്ടുണ്ട്. ഇവിടുത്തെ താമസക്കാരും ഈ ബുദ്ധിമുട്ട് മൈൻഡ് ചെയ്തിട്ടില്ല. എന്തിനാന്ന് ചോദിക്കുന്നില്ല. അത് ഈ സർക്കാർ അവർക്ക് പൈസ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് തിരുവനന്തപുരത്ത് വരെ ഒന്ന് പോയി. നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രാവശ്യം കൂടെ തിരുവനന്തപുരത്ത് വരെ പോയി. തിരുവനന്തപുരത്ത് ചെന്ന് ഒരു അപേക്ഷ കൂടെ വെക്കി. ഇനി എന്തൊരു അപേക്ഷയാണോ ഞങ്ങൾ ചെയ്യേണ്ടത്? ഞങ്ങൾ ജനിക്കാത്ത അതിന് മുന്നോട്ടുള്ള അപേക്ഷ വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല. ഇനി ഞാൻ ദളിത് സമൂഹത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഈ സമീപകാലത്താണ് ഇവരുടെ വിഷയം എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഞാൻ നേരിൽ ഇവിടെ ഒന്ന് അന്വേഷിച്ചപ്പോൾ പട്ടികജാതിക്കാരോട് ഉള്ളൊരു വിവേചനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും നിലനിന്ന് പോകുന്നതുകൊണ്ടാണ് ഇവരുടെ ഈ വിഷയത്തിന് പരിഹാരം ഉണ്ടാകുന്നത്. ഇതിന്റെ വിഷയം വേറെ ഒന്നുമല്ല ചേട്ടാ. ഒരു കാര്യം ഞാൻ പറയട്ടെ. കാരണം ഈ 15 ലക്ഷം വെച്ചിട്ട് അനുവദിച്ചിട്ടുണ്ട്. ഈ കാശ് അനർഹർക്ക്, അതായത് അർഹതപ്പെട്ട ആൾക്കാർക്കല്ല കിട്ടിയിട്ടുള്ളത് അല്ലേ? ശരിയാണോ? അർഹതപ്പെട്ടവർക്കല്ല, ഇവിടെ താമസക്കാർക്കല്ല സാറേ. അല്ലേ? അതിൽ വാസ്തവം അതാണ് വാസ്തവം. താമസക്കാർക്കായിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും കാശ് ഗവൺമെന്റ് അനുവദിച്ചു, അത് കൈപ്പറ്റിയ ആൾക്കാരുണ്ട്. കിട്ടിയെങ്കിൽ എല്ലാവരും ഇവിടെ ഒഴിവായാണ്. ഞാനൊരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ്. ഇടതുപക്ഷത്തിനു വേണ്ടി എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞ് എൻ്റെ സമൂഹത്തെ വലിച്ചിറക്കി ഈ സർക്കാരിന് വോട്ട് ചെയ്ത ആളുകളാണ്. ഞങ്ങളുടെ വിഷയത്തിന് ഞങ്ങൾ ദളിതരായതുകൊണ്ട് പരിഹാരമില്ല. ഇനിയും വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇതിനെങ്ങനെ പ്രതികരിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. എന്റെ അഭിപ്രായമില്ല, നാട്ടുകാരാണ് പറയുന്നത്. കാരണം അത്ര വേദന തിന്നുന്ന ആൾക്കാരാണ്. അമ്മയ്ക്ക് എന്താ പറ്റിയേ? അതിനൊരു മോനുള്ളതില്ല, മരിച്ചു. പിന്നെ മരിച്ചുപോയി. ഒന്നേളാനും മരിച്ചുപോയി. ഒരു പാടമുള്ളതെല്ലാം ഇടിഞ്ഞ് തകർന്നിരിക്കുന്നു. പോർച്ചാരടുത്ത് പറഞ്ഞ് പ്ലാസ്റ്റിക് പിടിച്ചപ്പോൾ അവർക്ക് പണമില്ലെന്നാണ്. എനിക്ക് കണ്ണിന് കാഴ്ചയുള്ള ആളല്ല. ചേട്ടാ ഇവരെ കാര്യം നോക്കാറുണ്ട് ചേട്ടാ. എന്തെങ്കിലും ചെയ്യേണ്ട ഒരു അല്ല ഞങ്ങളെ സത്യം പറഞ്ഞ കഷ്ടപ്പാടാണ് ഇവിടെ. ഇതിന് പെട്ടെന്നൊന്ന് വന്നു പോയാൽ എങ്ങനെ ഈ ആന ദാണ്ട് ഇവിടെ നിന്ന് ഇന്നലെ 12 രാത്രി ഇതിന്റെ ഇടയ്ക്ക് നമ്മളെങ്ങനെ ഞാൻ കൊച്ചിനെ കൊണ്ട് ആശുപത്രി കൊണ്ടുപോയപ്പോൾ ഞാനും മോനും ഉണ്ട്, കൊച്ചും കയ്യിലുണ്ട്. എങ്ങോട്ട് പോകണമെന്ന് ഒരു പിടിയില്ല. നമ്മൾ എന്ത് വേണമെന്നും പറഞ്ഞ് അറിഞ്ഞൂടാ. എന്ത് സർക്കാരെന്ന് നമുക്കറിഞ്ഞു. ഈ പാവങ്ങളെ കാണാത്തൊരു സർക്കാർ പോയിട്ട് അതിൽ തന്നെ നമ്മളെ എന്തെങ്കിലും ചെയ്തവർ നഷ്ടപ്പെടുത്തുന്നതാണ് നല്ലത്. അത്ര കഷ്ടപ്പാടാണ്. തിരുവനന്തപുരം ഒരു കാര്യം, തിരുവനന്തപുരം ഡിവിഷൻ നിൽക്കുന്നപ്പോൾ മേലെ 5 നിലയിൽ ഇപ്പോണ്ടൊരു സാറ്. നമ്മൾ സാറേ നമുക്ക് നിവർത്തിയില്ല, നമ്മൾ ആനക്കാട്ടിൽ നിന്ന് നിങ്ങൾ രക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ പേപ്പർ എന്ത് ചെയ്യും? ഡാലിയും ഇങ്ങനെ ഒരു പേപ്പർ വന്നിട്ടില്ലെന്നാണ് ആ സാറ് പറഞ്ഞത്. എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് അറിഞ്ഞത്? ഇത് 19 കൊടുത്ത അപേക്ഷ 25 ചെന്നില്ലെന്ന് പറയുമ്പോൾ നമ്മളെ എന്തുമാത്രം ഇവർ കഷ്ടപ്പെടുത്തുന്നു. ഇത് ആരാണ് ഇവർ? കുഞ്ഞു മക്കളെ സംഭവമൊന്നും എനിക്ക് കണ്ടിട്ട് എൻ്റെ കണ്ണിന്ന് പോകുന്നില്ല. കാരണം ഈ മക്കളൊക്കെ എന്താ പറയാ, അവരൊക്കെ സ്കൂളിലൊക്കെ പോകുന്ന മക്കളാണ്. പയ്യന്മാരൊക്കെ ഉണ്ട്. അവരൊക്കെ ഈ ആനയുടെയും പുലിയുടെയും നടന്നാ പോകുന്നത്. കാരണം ഞാൻ അറിഞ്ഞു ഇവിടുത്തെ ഒരു ഓട്ടോ വിളിക്കാൻ 500 വേണോ അല്ലേ? അങ്ങോട്ട് ഇങ്ങോട്ട്. കാരണം ഈ റോഡ് മോശമാണ്. കാരണം ഓട്ടോക്കാരെ കുറ്റം പറയാൻ പറ്റില്ല. ആന പകൽ ആന ഇറങ്ങും. രാവിലെ 6 മണിയായിട്ട് അമ്മ ഈ സ്ഥലം ശരിക്കും ഇതിന്റെ അഡ്രസ് മടത്തറ എവിടെയാണ് ഇത് കറക്റ്റ്? ഇത് ഡാലിയാണ്. ഡാലിയ കുളത്തൂർ പോണ റോഡ് ഡാലി കൊല്ലം ജില്ല. കൊല്ലം ജില്ലയിൽ. ഞാൻ കാര്യം ചെയ്യട്ടെ, നിങ്ങൾ ഇപ്പൊ നിങ്ങൾ മാത്രമേ ഉള്ളത്? മുമ്പ് ആൾക്കാരുണ്ടായിരുന്നു. കാലത്തുള്ളതാണ് ഞങ്ങളെ 7 തലമുറയാണ് ഞങ്ങൾ സന്താനങ്ങളാണ് ഈ കിടക്കുന്നത്. ഞങ്ങൾ പോക്കടി ഇല്ലാത്തത് കിടക്കുകയാണ്. ഈ ചേച്ചിയൊക്കെ ഇവിടെ ജനിച്ചു ഇതിന്റെ മൂത്ത ചേച്ചിയുണ്ട്. അതുമൊക്കെ ഇവിടെ ഇതിന്റെ മൂത്തതും ഉണ്ട്. ഇതിന്റെ മൂത്ത ചേച്ചിയുണ്ട്. അവരൊക്കെ ഇവിടെ ജനിച്ചു വളർന്നതാണ്. അവരെ കഴിഞ്ഞാണ് പിന്നെ ഇത്ര വർഷങ്ങൾ കഴിഞ്ഞ് ഞങ്ങളുണ്ടായത്. ഞങ്ങളും ജനിച്ചപ്പോഴും ഇത്രയും ബുദ്ധിമുട്ടില്ല. ഇപ്പോഴാണ് ഈ ഇത്രയും കഷ്ടപ്പാടായത്.
അത്രയും കഷ്ടം. കേരളം നമ്പർ വൺ വീമ്പിളക്കി ഏത് ഘട്ടങ്ങളിലും ഏത് സ്റ്റേജിലും ഏത് കാരണത്തിലും എപ്പോഴും കേരളം നമ്പർ 1. ഇതാണ് കേരളം നമ്പർ 1. ലജ്ജയില്ലേ സർക്കാരിന്? ലജ്ജയില്ലേ ഈ പാവപ്പെട്ട സഹോദരങ്ങളെയും അമ്മമാരെയും കുഞ്ഞുമക്കളെയും ഇങ്ങനെ ദയനീയമായി 34 കുടുംബങ്ങളെ ഇങ്ങനെ അനാഥരാക്കി ആരും ഇല്ലാത്ത ഒരവസ്ഥയിൽ ഇവർക്ക് കേരളം നമ്പർ എന്ന് പറയാൻ ലജ്ജയില്ലേ? നാണമില്ലേ സർക്കാരെ? നാണമില്ലേ? കണ്ട് സങ്കടം സഹിക്കുന്നില്ല. മനുഷ്യരാണ് അവരെ പോലെയാണ് ഞാനും, എന്നെ പോലെയാണ് അവരും. ഞങ്ങളൊക്കെ മനുഷ്യരാണ്. സർക്കാർ ഇത് കണ്ടില്ല എന്ന് നടിച്ചാൽ ശക്തമായിട്ട് ഇവരോടൊപ്പം എന്റെ ജീവൻ കൊടുക്കാണ് ഞാൻ ഉണ്ടാവുമെന്ന് ഇവിടെ വെച്ച് പ്രഖ്യാപിക്കുന്നു. ഓരോ പൊതുപ്രവർത്തകരും ഉണ്ടാവണം, അവർ മാത്രമല്ല എല്ലാവരും ഉണ്ടാവണം. കാരണം സത്യം പറഞ്ഞാൽ എൻ്റെ അജ്ഞതയാണ്. എനിക്കറിയില്ലായിരുന്നു ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ആൾക്കാരെ ബുദ്ധിമുട്ട് എനിക്ക് അറിയായിരുന്നു. പെട്ടെന്നാണ് അറിഞ്ഞത്. ഇന്നലെയാണ് എന്നെ വിളിച്ച് പറഞ്ഞത്. ഞാൻ വന്നു ഇവിടെ. ഞാൻ ആ ദൃശ്യങ്ങളും വാർത്തകളും അമ്മമാരുടെയും ചേട്ടന്മാരുടെയും ദുഃഖങ്ങളും ഒക്കെ ഞാൻ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് സമർപ്പിക്കുകയാണ്. നടപടി വേണം, പരിഹാരമുണ്ടാകണം. ഇസ്മാസിന് വേണ്ടി ശ്രീത്ത് മാരാൾ സൈനിക.